LDF-ഉം സർക്കാരും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. അതിജീവിതയ്ക്ക് നീതി ഉറപ്പിക്കാൻ സർക്കാർ അപ്പീൽ പോകുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടിക്കെതിരെ അതിക്രമമുണ്ടായ സംഭവം കേരളീയ സമൂഹത്തിൽ വലിയ ചിന്തയ്ക്ക് വഴിവെച്ചതാണ്. കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിച്ചതെന്ന് ടി പി രാമകൃഷ്ണൻ MLA വ്യക്തമാക്കി. യഥാർത്ഥ കുറ്റവാളി ആര് ഇപ്പോൾ ആരോപിക്കപ്പെട്ട ആൾ തന്നെയാണ്. ഇത് നിയമത്തിന്റെ പരിശോധനയ്ക്ക് വിധേയമാകുകയാണല്ലോ. അപ്പോൾ അത് പരിശോധിച്ച് അതാണ് ഗവൺമെന്റ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗവൺമെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാണുന്നത്. അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ പ്രതികരണം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കത് പ്രകടിപ്പിക്കാം. ഇതിൻ്റെ അപ്പുറത്ത് അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞാലും ഇവിടെ കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നിലപാടുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നത്തിൽ അതിജീവിയുടെ പക്ഷത്ത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും. അതിൽ ഒരു സംശയത്തിനും ഇടയില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിലവിലെ കോടതി വിധി അവസാനത്തെ വിധിയല്ല. ഇക്കാര്യത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശത്തിൽ അതിശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ അവസാനം വരെ ശ്രമിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വം. കുറ്റകൃത്യങ്ങൾക്കെതിരായ ഉറച്ച നിലപാടുമായാണ് സർക്കാർ പോകുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാർ മുന്നോട്ടു പോകുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് എന്നും ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. ദാരിദ്ര്യം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളുമായാണ് LDF മുന്നോട്ട് പോകുന്നത്. അടുത്ത 5 വർഷം 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകും. സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. വന്ദേ ഭാരത് വരുമ്പോൾ എന്തിനായിരുന്നു പ്രതിഷേധം? എന്നാൽ യാത്ര ചെയ്യുന്ന ആർക്കെങ്കിലും വന്ദേ ഭാരതിനെ എതിർക്കാൻ കഴിയുമോ എന്നും ടി പി രാമകൃഷ്ണൻ ചോദിച്ചു. AC വീഡിയോസ് കോഴിക്കോട്.